ഇന്ന് അമ്മ പറയാൻ പോണതേ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ മുടി എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ നമുക്ക് മുടി നീളമല്ല മക്കളെ അധികം വേണ്ട, നല്ല ഓട് കാണരുത് അല്ലെ, തലയുടെ ഓട് കാണരുത്. നീളം നിങ്ങളുടെ ഇഷ്ടമാണ്, മുറിച്ചു കൊടുക്കാം. അപ്പൊ എന്താ അതിന് വേണ്ട വെച്ചാല്, അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ മുടി നന്നായിട്ട് ചിക്കറക്കുക. നമ്മളെ കൈ കൊണ്ട് മുടി രണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചിക്കറക്കുക കേട്ടോ. ശകരം കൂട് പാടില്ല മുടിയിൽ കൂടുണ്ടെങ്കിൽ നമ്മളെ മുടി പൊട്ടിപ്പോവുക, സ്പ്ലിറ്റ് എൻഡ്. അതേപോലെ പറഞ്ഞു തന്നെ പോകും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട മുടിയുടെ കെട്ടിറക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ലൊരു ചീർപ്പ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കോമ്പോ വെച്ചിട്ട് അടി വരെ നിങ്ങൾ ആദ്യം അടിയിന്ന് കൂടിറക്കണം കേട്ടോ. ഈ ചീർപ്പോണ്ടേ കൈ കൊണ്ടൊന്ന് വിടർത്തിയതിന്റെ ശേഷം അടിയിന്ന് കൂടിറക്കുക. എന്നിട്ട് നമ്മൾ ഓട് നന്നായിട്ട് ഇങ്ങനെ നല്ലതായിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ചീവി കൊടുക്കുക. അതിന്റെ ശേഷം എന്താ വേണ്ടെന്ന് അറിയോ, കണ്ടോ, നമ്മൾ എണീറ്റിട്ട് കടക്കപ്പായയിൽ ഇരുന്നിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ കേട്ടോ. പെട്ടെന്ന് അടുക്കളയിൽ വന്നിട്ട് അല്ലെങ്കിൽ കേട്ടോ നമ്മളെ മുടി വേടർത്തലൊക്കെ നമ്മൾ കടക്കപ്പായയിൽ ചെയ്യുക. അപ്പൊ നമുക്ക് മക്കളെ 2 നേരം വേടർത്തി കിട്ടുമ്പോൾ കൂടൊന്നും ഉണ്ടാവില്ല, മുടി വളരെ ചെയ്യും. എന്നിട്ട് ഞാൻ ഇപ്പൊ എണ്ണ എടുത്ത് കണ്ടോ, വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മളെ കണ്ടോ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ വേണം കേട്ടോ, തലപ്പോണ്ട് കണ്ടോ, വിരലിന്റെ തലപ്പോണ്ട് ഇങ്ങനെ റൗണ്ടിൽ നമ്മളൊരു 5 മിനിറ്റ് ഇങ്ങനെ മസാജ് കൊടുക്കുക. കണ്ടോ, രാവിലത്തെ നേരം നമ്മൾ ഇങ്ങനെ ചെയ്യണം, എണീറ്റ വഴിക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ എണ്ണ തേക്കണം, തോനെ എണ്ണ തേക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കണേന്റെ ഒരു 15 മിനിറ്റ് മുന്നേ നിങ്ങൾ നന്നായിട്ട് എല്ലായിടത്തും കൂടി വേണമെങ്കിൽ തേച്ചോ, തലപ്പത്ത് കൂടെ ഒക്കെ. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യണത്, തലയോട്ടിക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണ് അല്ലെ. അവിടെ നമ്മളിങ്ങനെ 5 മിനിറ്റ് നല്ലൊരു മസാജ് കൊടുക്കുക. അല്ല ഇനി അതോടുകൂടി നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കണവരാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അപ്പോഴും കുറച്ചേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചൂടാക്കി എണ്ണ ഒരു 5 മിനിറ്റ് കയ്യിൽ ഇതൊക്കെ ആക്കിയിട്ട് നമ്മൾ മസാജ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ചൂടാക്കൊന്നും വേണ്ട, ഇങ്ങനെ ഇഴകളിൽ എടുത്തിട്ട് നമ്മൾ മുടിയിൽ ഇങ്ങനെ തലപ്പത്തും കുറച്ച് എണ്ണ നിങ്ങൾ തേക്കണം കേട്ടോ. തലപ്പത്ത് കുറച്ച് എണ്ണ പാർന്ന് തേക്കണം കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ തലപ്പ് പൊട്ടിപ്പോവും മക്കളെ. എന്റെ മുടിയിൽ അത്യാവശ്യം എണ്ണുള്ള ദിവസമാകൊണ്ട് കേട്ടോ ഞാൻ തോനെ തേച്ച് കാണിച്ചു തരാത്ത. അപ്പൊ തലപ്പത്ത് ഒരു ലേശം നിങ്ങളൊരു 4 ഒറ്റ, എന്നിട്ട് ആ മുടി തലപ്പായിൽ ഒപ്പിയിട്ട് അങ്ങനെ വേണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ 2ആയിട്ട് നിൽക്കും. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വേണ്ടെന്നോ, അത് കഴിഞ്ഞ വഴിക്ക് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം കണ്ടോ, വെള്ളം 2 ഗ്ലാസ് വെള്ളത്തിൽ 2 ഗ്ലാസ് കൊള്ളും. അപ്പൊ ഒരു കപ്പ് വെള്ളം നിങ്ങൾ കുടിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് വൈകിച്ച് 1/2 ലിറ്റർ കുടിച്ചാലും ദോഷമില്ല. വലിയൊരു കുപ്പി ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 2 ഗ്ലാസ് കുടിക്കലുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ വെള്ളം മറക്കാതിരിക്കാനാണ് വെള്ളം കൊടുത്ത് കാണിച്ചു തന്നത്. നമ്മളൊന്ന് കുലുക്കുഴിഞ്ഞതിന്റെ ശേഷമാണ് വെള്ളം കുടിക്കുക. എന്നിട്ട് പല്ലും കൂടി തേക്കാൻ പാടുള്ളൂ. എന്നാൽ നമുക്ക് നന്നായി മോഷൻ പോവും ഒക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ പല്ല് തേക്കാൻ പോയാൽ മതി, ഒന്ന് കുലുക്കുഴിയുക. അല്ലെങ്കിൽ രാത്രി നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തതാണെങ്കിൽ വാഷ് ചെയ്ത വായാന്ന് വെച്ചാൽ വെള്ളം കുലുക്കുഴിയ പോലും ചെയ്യരുത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും എന്നാ പറയുന്നത്. അല്ലാതെ നമ്മൾ ബ്രഷ് ചെയ്തതിന്റെ ശേഷം അല്ല വെള്ളം കുടിക്കണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഡെയിലി ഞാൻ പറഞ്ഞുതരാം, ഞാൻ ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, എളുപ്പമുള്ളൊരു സംഭവം പറഞ്ഞുതരാം. ഒരു സ്പൂൺ ഉലുവ എടുക്കുക. എന്നിട്ട് നമ്മളൊരു ഇങ്ങനത്തെ ഒരു കപ്പില് എടുത്തിട്ട് 3 പ്രാവശ്യം വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കൊടുന്ന് കഴുകി ഉണക്കി വെച്ചോളൂ, ഇപ്പൊ വേനൽക്കാലല്ലേ. അല്ലെങ്കിൽ നമ്മൾ ചായയുടെ അരിപ്പയിലേക്കാണ് ഇടുക ഉലുവ. എന്നിട്ട് ഇങ്ങനെ അതിൽ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയാൽ വെള്ളം പോവുകയും ചെയ്യും, ഉലുവ മണി പോവാതെ കിട്ടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ തിളപ്പിച്ചരച്ച വെള്ളത്തിൽ ഒരു 1/2 ഗ്ലാസ്സിൽ ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് കുതിരും രാവിലേക്ക്. എന്നിട്ട് കൈ കൊണ്ട് ഒന്നുകൂടി ഞെരടിയതിന്റെ ശേഷം ചണ്ടി നമ്മൾ ഇതേപോലെ അരിപ്പയിൽ ഊറ്റിയതിന്റെ ശേഷം ആ വെള്ളം, അത് നമ്മളിപ്പോ ഇങ്ങനെ എണ്ണ തേച്ച് കാണിച്ചെന്നില്ല നിങ്ങള്, അത് ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വെള്ളം കൂടി തലയിൽ ചെറുതായിട്ട് നിങ്ങളൊരു കോട്ടൺ കൊണ്ട് ഇങ്ങനെ ഉപ്പുകയാണെങ്കിൽ സുഖമായി. അല്ലെങ്കിലും കുട്ടികളെ ഒരുപാട് നനയാൾ തേക്കേണ്ടാച്ചാൽ മതി കേട്ടോ. അപ്പോഴൊക്കെ നമ്മള് ഓട്ടിയിൽ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഈ മസാജ് കൊടുക്കുക. മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ മസാജ് കൊടുത്തതിന് ശേഷം മുടി നന്നായിട്ട് ഇങ്ങനെ ഉയർത്തി കെട്ടി വെക്കുക. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ മുടി നന്നായിട്ട് കെട്ടി വെക്കുക. എന്നിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ. അപ്പൊ ഈ ഉലുവ വെള്ളം എത്ര ദിവസം തേക്കണം, ആഴ്ചയിൽ 3 ദിവസമേ വേണ്ടൂ കേട്ടോ. ഞാനൊരു മുടി സംരക്ഷണം പറഞ്ഞു തരാണ്, പക്ഷെ അപ്പൊ അതിൽ ഇത് പെടുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ ഇങ്ങനെ തേക്കണം കേട്ടോ. 4ാമത്തെ ദിവസം നിങ്ങളൊരു മാസ്ക് ഇട്ടോളൂ. ഇത് നമ്മൾ ഇതിന് പറയാ എന്താന്ന് പറയുക, ഹെയർ പാക്ക് എന്നാ പറയുന്നത്. ഇനി ഒരു മാസ്ക് ഇടാം നിങ്ങൾക്ക് കേട്ടോ. മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉലുവ അരച്ചിട്ട് കുഴമ്പ് പോലെയുള്ള തേക്കാം, മുരിങ്ങയുടെ ഇല തേക്കാം, കറിവേപ്പില തേക്കാം. അങ്ങനെ കൊഴുപ്പുള്ള സംഭവങ്ങൾ ഒന്ന് ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ മാസ്ക് കേട്ടോ.
ഇതൊക്കെ ലൂസുള്ളതൊക്കെ പേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മാസ്ക് തേക്കാം. പിറ്റേ ദിവസം നല്ലൊരു താളി തേച്ച കുളി. വീണ്ടും നിങ്ങൾക്ക് ഇതേപോലെ റൊട്ടീനായിട്ട് വരാട്ടോ. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേൽ പറയുമ്പോൾ ഇതൊക്കെ പെട്ടു. പിന്നെ നിങ്ങളെ ഒരു കാര്യം, ഡെയിലി മക്കളെ ഒരു പിടി കറിവേപ്പില നിങ്ങൾ മോരിൽ അരച്ചിട്ട് അകത്തേക്ക് കുടിക്കണം കേട്ടോ. നല്ലതപ്പൊ വേനൽക്കാലല്ലേ, സംഭാരം പോലെ ആക്കിക്കോളൂ. ഒരു പിടി കറിവേപ്പില മിക്സർ ജാറിൽ അരക്കുക, മോര് കൂട്ടിയിട്ട് എന്നിട്ട് നീട്ടിയിട്ട് നിങ്ങൾ കുടിക്കുക. നല്ലതാണ് മുടി വളർച്ചയ്ക്ക് വേനൽക്കാലത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ചി കഷ്ണം, ഒരു 10 കറിവേപ്പില അങ്ങനെ നിങ്ങൾ അരച്ചിട്ട് അത് നിങ്ങൾക്ക് മോരിൽ വേണമെന്നില്ല ഒരു തേങ്ങാ കഷ്ണം കൂട്ടിയിട്ട് നമുക്ക് അങ്ങനെ കുടിക്കാം അരിച്ചിട്ട്. ഇനി പിന്നെ ഒന്ന് നെല്ലിക്ക 2 എടുത്തിട്ട് അടിച്ചിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് കുടിക്കാം. ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് കുടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലിക്ക അടിച്ചിട്ടുള്ള ജ്യൂസ് ഉപ്പിട്ടിട്ട് കുടിക്കാം. പിന്നെ നമ്മൾ ഡെയിലി എന്തെങ്കിലും ഫ്രൂട്ട്സ് നിങ്ങൾക്ക് സാധിക്കിച്ച വാങ്ങി കഴിക്കാം. പിന്നെ കക്കരിക്ക മക്കളെ നല്ല ജലാംശം ഉള്ളതാ, മുടി വളർച്ച കൂട്ടും, സ്കിന്നൊന്നും പ്രായം തോന്നില്ല. അപ്പൊ അതിന് നിങ്ങൾ ഡെയിലി ഒരു കക്കരിക്ക നിങ്ങൾ കഴിക്കുക. പിന്നെ ഭക്ഷണത്തിൽ മക്കളെ നല്ല നാരടങ്ങിയ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ വറുത്തതും പൊരിച്ചതും ചിക്കനും അതൊന്നും ഈ ചൂടുകാലത്ത് നിങ്ങൾ കഴിക്കുകയേ വേണ്ട. ഇനി ചിക്കൻ കഴിക്കുകയാണെങ്കിലും വേവിച്ച് കഴിക്കുക, മനസ്സിലായില്ലേ? കോഴിമുട്ട ഡെയിലി ഒന്ന് കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അത്യാവശ്യം പോഷകാഹാരങ്ങളൊക്കെ ആയി. പിന്നെ നിങ്ങൾ പയറ് മുളപ്പിച്ചത് തലേ ദിവസം വെള്ളത്തിലിട്ട് മുളപ്പിച്ചിട്ട് ഒന്ന് വറുത്തിട്ടേക്ക് ഇട്ടിട്ട് അങ്ങനെ കഴിക്കുക. കടല, പയറ്, ചെറുപയറ് അതൊക്കെ അങ്ങനെ കഴിക്കാം നിങ്ങൾക്ക്. അപ്പൊ നമ്മളെ ഭക്ഷണമൊക്കെ ഏകദേശം ഫില്ലായി അല്ലേ? പിന്നെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഡയറ്റിനനുസരിച്ചിട്ടുള്ളത് കഴിക്കാവുള്ളൂ കേട്ടോ. ലഘു ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. റാഗിയോ ഗോതമ്പോ ചോളോ ഇങ്ങനെ എന്തെങ്കിലും കോറട പുട്ടോ എന്തെങ്കിലുമൊക്കെ പുട്ടായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ നമ്മൾ ഈ പകലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? വീണ്ടും നമുക്ക് രാത്രിയായാൽ വീണ്ടും നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇതിന്റെ ഇടയിൽ കുളിക്കുന്ന കൂട്ടം പറഞ്ഞില്ല കേട്ടോ. നമ്മൾ കുളിക്കും അല്ലേ? ഇതിന്റെ ഇടയിൽ ഒരു കുളിയുണ്ട്. കുളിച്ചു കഴിഞ്ഞ എൻ്റെ മക്കളെ നമ്മളെ മുടി എന്ത് ചെയ്യണമെന്നോ, നമ്മൾ ഒരുപാട് അമർത്തി തുടയ്ക്കാതിരിക്കണം. നിങ്ങൾ എല്ലാവരും ദയവീതി ശ്രദ്ധിക്കണം കേട്ടോ. മുടി പതുക്കെ തോർത്തിയാൽ മതി, മനസ്സിലായല്ലോ? അപ്പോൾ മുടിയിലത്തെ വെള്ളമൊക്കെ നിങ്ങൾ പൂവും വേണം. അപ്പോൾ നിങ്ങൾ തോർത്തോ എന്തെങ്കിലും കെട്ടി കുറച്ച് നേരം ഒരു 2 മിനിറ്റ് തോർത്ത് കെട്ടി വെക്കാവൂ. അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞിട്ട് നിങ്ങളുടെ മുടി ഇങ്ങനെ പറഞ്ഞു പോകും ഈറനില്ലേ. അപ്പൊ ഒന്നിങ്ങനെ ഇവിടേക്ക് കെട്ടി വയ്ക്കാൻ ശ്രമിക്കുക. എന്നാൽ പിന്നെ പറയില്ല, മനസ്സിലായല്ലോ? അങ്ങനെ കെട്ടി വെക്കണം ഒരു ഇവിടേക്ക്. അല്ലെങ്കിൽ ഇപ്പൊ വേനൽക്കാലല്ലേ, സുഖമായിട്ട് മുടി ഉണങ്ങി കിട്ടുന്നുണ്ടല്ലോ. ഉണങ്ങിയതിന് ശേഷം മാത്രം മക്കളെ കൈകൊണ്ട് വേടർത്തിയിട്ട് ഈ ചീർപ്പുകൊണ്ട് വീണ്ടും ചീന്തി നിങ്ങൾ ഒരു കെട്ടില്ലാതെ വെക്കുക. അതാണ് ഏറ്റവും പ്രധാനം, നമ്മളെ മുടി കെട്ടില്ലാതെ വെക്കുക. അപ്പൊ നിങ്ങൾ മസാജ് ഒന്നും ചെയ്യേണ്ട, കെട്ടില്ലാതെ വെക്കുക. വീണ്ടും നമുക്ക് രാത്രിയായി അല്ലേ? രാത്രിയായാൽ വീണ്ടും നമ്മൾ എന്തായി, മുടി കൂടൊക്കെ കളഞ്ഞു ഇങ്ങനത്തെ ഒരു ചീർപ്പുകൊണ്ട് നേരെ നിർത്തി ചീന്തി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാ, ഇങ്ങനെ വീണ്ടും എണ്ണ എടുത്ത് കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പൊ ഒരു 2 തുള്ളിയാട്ടോ വേണ്ടു. നമ്മൾ രാവിലെ എണ്ണ തേച്ചിട്ടുണ്ടാവും. ഉലുവ തേക്കുകൊണ്ടേ, പിഴിഞ്ഞ ഉലുവ കൊണ്ട് നമ്മൾ അന്നന്നത്തെ എണ്ണമെഴുക്ക് പോയിട്ടുണ്ടാവും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും അല്ലേ? ഉലുവ ചെറിയൊരു കൊഴുപ്പുണ്ട്. അന്നന്നത്തെ തലയോട്ടി ക്ലീൻ ആക്കാൻ ഉലുവ ബെസ്റ്റ് ആട്ടോ. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ 2 തുള്ളി എണ്ണ എടുത്ത് ചൂടാക്കി, പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു 10 മിനിറ്റ് വേണം കേട്ടോ. അപ്പൊ നമ്മൾ മസാജ് ഇത് മാത്രമേ വേണ്ടൂ. രക്തയോട്ടം കൂട്ടാനാണ് നമ്മളെ തലയിലത്തെ. ഈ രക്തയോട്ടം കൂടിയാൽ തന്നെ മക്കളെ നിങ്ങൾ വേറെ ഒരു ചികിത്സ ചെയ്തില്ലെങ്കിലും മുടി നന്നായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഉലുവ വെള്ളത്തിന്റെ ഒരു പാക്ക് രാവിലെ സാധിക്കണവർ തേക്കും ചെയ്യാം. അല്ലെങ്കിൽ മക്കളെ കൂടില്ലാതെ മുടി ഇങ്ങനെ റൊട്ടീൻ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ പോലെ മുടിയിലൊരു കൂട് വരാൻ പാടില്ല, കെട്ട് വരാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ മുടി ഇങ്ങനെ എണ്ണയൊക്കെ ഒന്നും കൂടി ചൂടാക്കിയതിന്റെ ശേഷം ഇടയ്ക്കിടയ്ക്ക് കൈ ചൂടാക്കണം കേട്ടോ. എണ്ണ മാത്രം ചൂടായേ പോരാ, നമ്മളെ കയ്യുമ്പിലത്തെ ആ ചൂട് ഇങ്ങനെ തലയോട്ടിയിലേക്ക് വേണം. പിന്നെ രാത്രി നിങ്ങൾ പിന്നെ അതൊക്കെ അങ്ങനെ ചെയ്തതിന്റെ ശേഷം നമ്മൾ മുടി നന്നായിട്ട് ഇങ്ങനെ എല്ലായിടവും ചെയ്യുക. ആദ്യം തലപ്പത്തുനിന്ന് ജീവി വരും കണ്ടോ. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ മുടി ഇങ്ങനെ ചീന്തിയിട്ട് കുട്ടിയും കൊണ്ടായിക്കണം. കുട്ടികളെ അതുകൊണ്ട് കേട്ടൊന്നും അങ്ങനെ രാവിലെ എൻ്റെ കഴിഞ്ഞാൽ ഇപ്പൊ 9 മണി ആയിക്കണ്ടാണ്. അപ്പൊ എൻ്റെ മുടി ഒരു പ്രാവശ്യം ചീന്തലൊക്കെ കാണണം. അപ്പൊ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ മുടിയൊക്കെ ചീന്തിയതിന് ശേഷം വീണ്ടും നമ്മൾ കിഴുക്കാൻ തൂക്ക് നിൽക്കട്ടെ കേട്ടോ. ഞാനൊന്ന് കുമ്പിട്ട് നിൽക്കട്ടെ. അപ്പൊ നമ്മൾ മക്കളെ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട്, അപ്പൊ ഞാൻ ഇങ്ങനെ കുമ്പിട്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ തലയോട്ടി നന്നായിട്ട് നമ്മൾ നല്ല മസാജ് ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ തലയോട്ടിയിലേക്ക് കൂടുതൽ ഇതായിട്ട് നമുക്ക് രക്തയോട്ടം ഉണ്ടാവും. ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ രാത്രി നിങ്ങൾ ആരും മടിക്കരുത് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കാൻ. എന്നിട്ട് നമ്മൾ മുടി ഉയർത്തി കെട്ടുക കേട്ടോ. ഇതാ 2 പുറം നല്ല മസാജ് ചെയ്തു കണ്ടല്ലോ. ഇനി കെട്ടുമ്പോ ഒരിക്കലും മക്കളെ ഇതാ നമ്മൾ കെട്ടി വെക്കുകയാണ് മുടി. അപ്പൊ നമ്മൾ ഒരിക്കലും മുറുക്കി കെട്ടരുത്. എല്ലാവരും രാത്രിയല്ലേ ഇനി എന്റെ മുടി നല്ലോണം ഒന്ന് മുറുക്കി കെട്ടട്ടെ എന്ന് ഒരിക്കലും വിചാരിക്കരുത്.
ഇനി നിങ്ങൾക്കൊക്കെ പിന്നീടാൻ ഇഷ്ടമുള്ളവരാവും അല്ലേ. അപ്പോൾ ലൂസാക്കിയിട്ട് പിന്നിടുക. അപ്പോൾ നിങ്ങൾക്ക് കിടക്കണോടത്ത് കൂടെ ഈ മുടിയുടെ ഒരു ശല്യം മക്കളെ ഇങ്ങനെ പണ്ടുള്ളവർ കാട്ടുന്നത് ഒട്ടും ഇല്ലാത്തതല്ല. അപ്പോൾ നന്നായിട്ട് മുടി വളർച്ച കൂട്ടും. അതിന്റെ ശേഷം നമ്മൾ എന്താണെന്നറിയാം, ബനിയൻ ക്ലോത്ത് തുണി, മനസ്സിലായല്ലോ, കാണിച്ചു തരാം. കണ്ട, ഒരു ബനിയൻ തന്നെ കേട്ടോ. ഞാൻ ഇതിങ്ങനെ മുടി കെട്ടിവെക്കാൻ പഴയ ബനിയൻ ഉപയോഗിക്കുന്നതാണ്. കണ്ട, ഇതിപ്പോ ഞാൻ രാത്രിയല്ലെന്ന് എല്ലാവർക്കും അറിയാലോ, പകലാണെന്ന്. അതുകൊണ്ട് ഞാനിപ്പോ അത്രയ്ക്ക് ക്ലിയർ മതിയല്ലേക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ തിരികെ വെക്കുക. കണ്ടോ, അഴിയരുത്, അങ്ങനെ വേണ്ടു. അല്ലെങ്കിൽ മുടി നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് രക്തോട്ടം കുറയും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ കെട്ടിവെക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ കെട്ടിവെച്ചതിന്റെ ശേഷം നിങ്ങൾക്ക് അങ്ങനെ കടന്നുറങ്ങുമ്പോൾ പില്ലോ കവർ ഒരിക്കലും മക്കളെ നമ്മൾ ഈ കോട്ടന്റെ കരപരാന്നുള്ള പില്ലോ കവർ ഇടരുത്. സിൽക്ക് ഇടണം. നമുക്കുള്ള വിചാരം എന്താ, കോട്ടൺ നല്ല തോർത്തുണ്ടൊക്കെ പഴതൊക്കെ ഉണ്ടെങ്കിൽ വിരിച്ച് കിടന്ന എണ്ണ ഇനിയിപ്പോ രാത്രി തൊട്ട് പറ്റണല്ലേ, അതിലേക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനെ ചെയ്യും. അരുത്, സിൽക്കേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ സിൽക്ക് പില്ലോ കവറിനെ ഉപയോഗിക്കുക. പിന്നെ ഞാൻ മുടി വളരാനുള്ള ചെറിയൊരു മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു യോഗയിൽ പെട്ടതാണ്ടോ. നമ്മൾ ഈ വിരലുകളെ 4 വിരൽ ഇങ്ങനെ പിടിക്കുക, ഇതിന്റെ 4 വിരൽ, എന്നിട്ട് നമ്മളെ നഖം, പണ്ട് ലഹള കൂടുന്ന സമയത്ത് നമ്മൾ തല്ലുകൂടലൊന്ന് മുറുകട്ടെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ, കുട്ടികൾക്കൊക്കെ ഒരു സമ്പ്രദായം. അപ്പൊ നമ്മളിങ്ങനെ വിരലുരച്ചിരുന്നില്ലേ, ഈ വിരലുരക്കല് നിങ്ങൾ എന്ത് ചെയ്തോളൂ കേട്ടോ. ഒരു ദിവസം ഒരു 10 മിനിറ്റ് നിങ്ങൾ രാത്രി വെറുതെ ഇരിക്കുമ്പോ കണ്ടല്ലോ, നിങ്ങൾ രാത്രി വിരലിങ്ങനെ വരയ്ക്കുക. ഇത് നല്ല മുടി വളർച്ച കൂട്ടും കുട്ടികളെ. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ട്രിക്കുകൾ പറഞ്ഞു തന്നതാണ്. അപ്പൊ നമ്മളിങ്ങനെ നഖമൊക്കെ വരച്ചു, കണ്ടല്ലോ, ഒരു 10 മിനിറ്റ് ഇങ്ങനെ വരച്ചു. ഇത്രയേ വേണ്ടൂ. എന്നിട്ട് നിങ്ങൾ സുഖമായിട്ട് ലൂസാക്കി മുടി കെട്ടി വെച്ച് കിടന്നുറങ്ങുക. വീണ്ടും രാവിലെ നീറ്റാൽ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുക. വെള്ളം കൂടി മുടി വേടർത്തുക, കൂടില്ലാതെ വെക്കുക. ഇങ്ങനെ ചെയ്ത എൻ്റെ മക്കളെ നിങ്ങൾക്ക് അത് മാത്രം മതി. നിങ്ങൾ ഡെയിലി ഉലുവ തേച്ചാലും മതി. ഇനി ഞാൻ അടുത്ത ആഴ്ച വേറെ എന്തൊക്കെ ഹെയർ പാക്കുകൾ, എന്തൊക്കെ ഹെയർ മാസ്കുകൾ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അമ്മർന്ന് ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.